വാർത്തയാണ്. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ തുടങ്ങുകയാണ്. തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുവെങ്കിലും കോടതി വിധി അവർക്ക് മുന്നിൽ ഒരു തടസ്സമാണ്. സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹമുണ്ട്. ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തുണ്ട്. ഡാൻ കുര്യനും അരുൺ മോഹനും വിവരങ്ങളുമായി ചേരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ, പുലർച്ചെ തന്നെ ഏതാണ്ട് ഏറ്റവും അവസാനം പോയത് അരുൺ മോഹൻ ഉൾപ്പെടെയുള്ള നമ്മുടെ വാർത്താ സംഘമാണ്. അപ്പോഴും അവിടെ പ്രത്യേകിച്ച് ഒരു നടപടിക്കുള്ള സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 4 മണിയോടെ തുടങ്ങുന്ന നടപടി. അപ്പോൾ വളരെ തയ്യാറെടുപ്പിലാണ് പോലീസ് സംഘം ഉണ്ടായിരുന്നത്. കോടതി വിധിയുടെ പിന്തുണയുണ്ട്, അവർക്കതിന്റെ കരുത്തുണ്ട്. സ്വാഭാവികമായും ഉടൻ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? ഇന്നലെ ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് റവന്യൂ അധികൃതരും പോലീസ് സംഘവും എത്തുന്നത്. ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തിക്കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങണമെങ്കിൽ നേരം വെളുക്കണം. നല്ല പ്രകാശത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുൻപായി മൃതദേഹം കേടുപാടുകൾ കൂടാതെ പുറത്തെടുത്ത് ഈ നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരുണ്ട്. ഒപ്പം RDOയുടെ നേതൃത്വത്തിലാണ് ഈ നടപടിക്രമങ്ങൾ. RDO ആണ് ഉത്തരവ് ഇട്ടിരിക്കുന്നത് ഈ കല്ലറ പൊളിക്കാൻ. അപ്പോൾ RDOയുടെ നേതൃത്വത്തിലാണ് ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുക. ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, ഞാൻ ചോദിച്ചത്, ആ ഉത്തരവ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ പോലീസിനോ റവന്യൂ അധികൃതർക്കോ ഒന്നും പേടിക്കാനില്ല, സുഗമമായി നടപടിക്രമങ്ങൾ പോകും, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? ഞാൻ ആദ്യം സൂചിപ്പിച്ച അതാണ്, ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത കൂടി വേണം നമ്മൾ പറഞ്ഞു പോകാൻ. അതായത് ഇതാണ് ഈ പ്രധാനപ്പെട്ട കവാടം. അതായത് ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പക്ഷേ ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന ഇതേ വഴി സമാനമായ തരത്തിൽ ഇതിന് മറുവശത്ത് കൂടിയും തൊട്ട് പിന്നിലുള്ള വശത്തുകൂടി ഇങ്ങനെ പല വഴികളിലൂടെ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയും. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ ഈ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയും. ഇനി നമുക്ക് ഈ താഴെ, അതായത് ഇപ്പോൾ ഈ നടപടികൾ ഏകോപിപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ കൃത്യമായി കർശനമായ നിയന്ത്രണം ഈ ഒരു വശങ്ങളിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഹനത്തിന് മാത്രം കടന്നു വരാൻ കഴിയുന്ന ഒരു വഴി, ആ വഴിയിലൂടെ കൂടുതൽ വാഹനങ്ങളൊക്കെ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ പോലീസിന് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് തടസ്സം നേരിടും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നടപടികളൊക്കെ തൽക്കാലത്തേക്ക്, അതായത് കൃത്യമായ നിയന്ത്രണത്തിൽ ഈ പ്രദേശം മുഴുവൻ പോലീസിന്റെ ഒരു സർവൈലൻസിൽ വരുത്തിയതിനു ശേഷം ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ല എന്ന് സംഘടനകളുടെ പ്രതിനിധികൾ പറയുമ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അതുകൂടി കൃത്യമായി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഈ തുടർ നീക്കങ്ങളിലേക്ക് പോലീസിനെ കടക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇങ്ങനെ പഴുതടച്ച സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 8 മണിക്ക് മുമ്പായിട്ട് ഇതിന്റെ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഈ മൈലാടിയിൽ നിന്ന് എത്തിച്ച കല്ലുകൾ, അതായത് ഈ ശിലാഫലകങ്ങൾ പോലെയുള്ള കല്ലുകളാണ്. അത് അവിടെ നിന്ന് നീക്കം ചെയ്യുമ്പോൾ തന്നെ, ആദ്യത്തെ ഫലകം നീക്കം ചെയ്യുമ്പോൾ തന്നെ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഈ സമാധി സ്ഥലം മൂടിയിരിക്കുന്നത് എന്ന് കുടുംബം പറഞ്ഞിരിക്കുന്ന വാദഗതിയിൽ എത്ര കണ്ട് വസ്തുതയുണ്ട് എന്ന കാര്യത്തിൽ പോലീസിന് ബോധ്യം വരും. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ശേഷിക്കുന്ന ഭാഗം പൊളിച്ചു മാറ്റുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ചയോളം പിന്നിടുന്ന ഒരു മൃതദേഹമാണ്. അങ്ങനെ വരുമ്പോൾ അതിന് സ്വാഭാവികമായി ഉണ്ടാകാനിടയുള്ള ജീർണാവസ്ഥ നമുക്ക് ധാരണയുള്ളതുമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു പക്ഷേ ഒരു സാവകാശം തേടിയതിന് ശേഷമുള്ള ഒരു നീക്കം, അല്പം സാവകാശം തേടിക്കൊണ്ട് ഈ നടപടികൾ ഏകോപിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക. എന്തായാലും ഉച്ചയോടെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പോലീസിന്റെ വലിയ പരിശോധന, അതായത് പോലീസ് ഈ സ്ഥലം കൃത്യമായി അണ്ടർ കൺട്രോളിലാക്കിയതിന് ശേഷം, പോലീസിന്റെ കൃത്യമായി നിയന്ത്രണത്തിൽ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സ്ഥലം ഒക്കെ സജ്ജമാക്കിയിരുന്നു. അവിടെ ടാർപോളിന് വെച്ച് മറയ്ക്കുന്ന നടപടികളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചതാണ്. അവിടെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സംഘത്തിന്റെ മേൽനോട്ടത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്.
ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം അങ്ങോട്ടേക്കുള്ള വഴി എല്ലാം പോലീസ് വഴിയിലെല്ലാം പോലീസുണ്ട്. കല്ലറ ടാർപോളിൻ വെച്ച് മറച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തിലാണ് രാവിലെ തന്നെ ആ പ്രദേശമുള്ളത്. പുലർച്ചെ 4 മണിക്ക് ശേഷം തുടങ്ങിയ ഒരു പോലീസ് മൂവ്മെന്റ് ആണിത്. എന്തായാലും ഒരു പ്രശ്നവുമില്ലാതെ ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി, ഈ RDOയുടെ കല്ലറ പൊളിക്കാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ ഹൈക്കോടതിയുടെ ഒരു പിന്തുണ കൂടിയുണ്ട്. അത് സ്റ്റേ ചെയ്തിട്ടില്ല. ഈ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നത് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഒരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് തടസ്സമായി ആര് വന്നാലും അത് കോടതി അലക്ഷ്യവുമാണ്. സ്വാഭാവികമായും പോലീസ് ആ കോൺഫിഡൻസിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്.